സിദ്ധു ഈ അവസ്ഥയിലായതോടെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ താളം തെറ്റി. മകന്റെ കല്യാണക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സിദ്ധു സുഖപ്പെടുന്നതും കാത്തിരിക്കുക എല്ലാവരും. ഇനി ധൈര്യമായി നിങ്ങൾക്ക് ആ കാര്യത്തിലേക്ക് കിടക്കാം. സാറിന് നാളെ ഡിസ്ചാർജ് ചെയ്യല്ലേ? വളരെ സന്തോഷം. പിന്നെ വീട്ടിൽ ചെന്നാലും സാറിന് നല്ല രീതിയിൽ കെയർ ചെയ്യണം. ശുശ്രൂഷകളൊക്കെ ഇവിടുത്തെ പോലെ തന്നെ തുടരുകയും വേണം കേട്ടോ. തീർച്ചയായും. പിന്നെ ആ ബൈസ്റ്റാൻഡർ ദേവിക കൂടെയുള്ളപ്പോൾ ആ കാര്യത്തിൽ ഒരു വേവലാതിയും വേണ്ട. നിങ്ങളുടെ ഭാഗ്യമാണ് അതുപോലെ ഒരാളെ കിട്ടിയത്. ഞാനിപ്പോൾ സാറിനോട് പറഞ്ഞു ട്രീറ്റ്മെന്റിൽ ദേവികയുടെ സ്വാധീനത്തെപ്പറ്റി. അന്ന് ഞാൻ ദേവിയെക്കുറിച്ചൊരു കംപ്ലൈന്റ് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു റോങ് റൂട്ടിൽ ആ കുട്ടി അകപ്പെടില്ല. അന്നത്തെ സംഭവം എനിക്ക് തെറ്റുപറ്റിയത്. ഓക്കെ ഡോക്ടർ, ഞാൻ സിദ്ധുവിന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. ഓക്കെ മാം, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സിദ്ധു എന്താ വലിയ ആലോചനയില്? നാളെ ചന്ദ്രോത്തേക്ക് പോകുന്നതിന്റെ ത്രില്ലിലാണോ മനസ്സ്? ഞാൻ ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്നൊരു ചോദ്യം ഈ മുഖത്തുണ്ട്. ഞാനൊരു തീർത്ഥാടനത്തിലായിരുന്നു. മനുഷ്യന് ആവശ്യം മനഃശാന്തിയാണല്ലോ. എല്ലാവരും ചേർന്ന് എന്റെ മനസ്സ് കലക്കി മറിക്കുകയായിരുന്നു. അതുകൊണ്ടൊന്നും തകർന്നു പോകുന്നവളല്ല ഈ പ്രഭാവതി. സിദ്ധുവിനും അതറിയാലോ. ഇപ്പൊ ഞാൻ നല്ല കോൺഫിഡൻസിലാ. എന്റെ വഴിയിൽ ആരും തടസ്സം നിൽക്കില്ല എന്ന് ഉറപ്പുണ്ടെനിക്ക്. ഇനി ഒന്നും ഒരു പ്രശ്നമല്ല. സിദ്ധുവും ഞാനും ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. സിദ്ധു വീട്ടിലെത്തിയിട്ട് വേണം എല്ലാത്തിനും ഒരു ചിട്ട വരുത്താൻ. ഇവിടെ വേറെ ആരുമില്ലേ? ഞാനും അച്ഛനേ ഉള്ളൂ. പിന്നിപ്പോ അമ്മയും വന്നല്ലോ. വേറെ ആരാ? വേറെ ആരും ഇല്ലേന്നാ ചോദിച്ചത്. ഉണ്ടെങ്കിൽ ഇവിടെ കാണുമല്ലോ. നീ എന്താ ഇങ്ങനെ തറുതല പറയുന്നേ? പുറത്തു നിന്നുള്ള ആരെയും ഇവിടെ കാണുന്നില്ല, അതാ ചോദിച്ചത്. ആരെ കുറിച്ച് അമ്മയെ ചോദിക്കുന്നേ? ദേവിക, അവളെവിടെ? അതങ്ങ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാ എന്താ? ഓ, വളഞ്ഞ വഴിയൊന്നും എന്റെ മകൻ അറിയില്ലല്ലോ. അവളെവിടെ? ഇവിടെ ഉണ്ടോ? അവള് പോയി. സ്വയം പോയോ അതോ പറഞ്ഞു വിട്ടോ? പറഞ്ഞു വിടേണ്ടി വന്നതല്ലേ. അവളുള്ളിടത്ത് അമ്മ നിൽക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്. അമ്മയെ അനുസരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയില്ലേ ഞാൻ. അച്ഛനും ഇങ്ങനൊരു അവസ്ഥയിലായിപ്പോയി. അപ്പോ അവള് അമ്മ ഇപ്പൊ വന്നത് ദേവിക അന്വേഷിക്കാനാണോ അതോ അച്ഛനെ കാണാനാണോ? എന്താ സിദ്ധു, എന്റെ മകനിങ്ങനെ അനുസരണശീലം വരാൻ കാരണം? എന്നെ പേടിച്ചിട്ടാണോ അതോ മറ്റെന്തെങ്കിലും കെണി മനസ്സിൽ കണ്ടിട്ടാണോ? എങ്ങനെയാണെങ്കിലും പ്രഭാവതി തോൽക്കില്ല. നന്ദന്റെയും മീരയുടെയും വിവാഹം ഉടനെ നടത്തണം. ബലരാമനും ചന്ദ്രമതിക്കും ഇപ്പൊ തന്നെ മെസ്സേജ് കൊടുക്കണം. ഒരുക്കങ്ങളൊക്കെ നടത്താൻ തുടങ്ങണമല്ലോ. പിന്നെ ചന്ദ്രോത്ത് ഇത് എന്റെ മാത്രം കാര്യമായതുകൊണ്ട് എനിക്കിത്തിരി ജോലി കൂടും. സാരമില്ല, പ്രഭാവതി ഒറ്റയ്ക്ക് മതി.
ഓർക്കുന്നുണ്ടോ അന്ന് അവളെ ഒന്ന് തൊട്ടപ്പോ സിദ്ധുവിന്റെ ശബ്ദം ഉയർന്നത്? പ്രഭയെന്നുള്ള ആ വിളിയിൽ ഞാൻ പകച്ചുപോയി. കോർത്ത ആ നോട്ടം എന്നെ ദഹിപ്പിച്ചു കളഞ്ഞു. സിദ്ധു ഇങ്ങനെ കിടക്കുന്നതിന് മുൻപ് ഒരിക്കൽ പോലും എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല. ദേവിക്ക് അത്രയ്ക്കാഴത്തിൽ ഈ നെഞ്ചിനകത്ത് കുടിയേറിയിട്ടുണ്ടെന്ന് എനിക്ക് അപ്പം മനസ്സിലായി. പക്ഷെ ഈ നെഞ്ചിൽ എന്റെ മകൻ നന്ദനും അവന്റെ ഭാവിയും മാത്രമോ? എന്താ ഇപ്പൊ ഒന്നും പറയാനില്ലേ? സംസാരശേഷി ഇല്ലാത്തതൊരു അനുഗ്രഹമായി കണ്ടിരിക്കുക സിദ്ധു. വെറുതെ ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചേക്കാം, ആകാശം ഇടിഞ്ഞു വിടാനും വേണ്ടില്ല, മീരയും നന്ദനും തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തിയിരിക്കും. ഹലോ, താനെന്താ ഇവിടുന്ന് പോയിട്ട് വിളിക്കാൻ ഇത്രയും താമസിച്ചത്? കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വിളിക്കാന്ന് കരുതി. ആ, ഇപ്പോഴെങ്കിലും നീ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചേനെ. എന്താണ് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ? എല്ലാം ഓക്കെയാ. ഞാൻ പറഞ്ഞതുപോലെ ഇനി കാര്യങ്ങൾ നടക്കും. നിനക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നേണ്ടതായിരുന്നു പ്രഭേ. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ദേവിക എന്തായാലും ഇവിടുന്ന് ഇറങ്ങി. ആഹാ, പോകാൻ അവള് തയ്യാറായോ? പോകാതെ പിന്നെ? നന്ദൻ അവളെ പറഞ്ഞു വിട്ടൂന്നാ പറഞ്ഞേ. ഇവിടെ വന്നപ്പോ നീ പറഞ്ഞ വാക്കുകളില് നന്ദൻ അല്പം ഭയമൊക്കെ വന്നിട്ടുണ്ട്. ഞാനത് ശ്രദ്ധിച്ചിരുന്നു. ഡിസ്ചാർജ് ചെയ്ത് ഇറങ്ങുമ്പോ അവളെ ഒഴിവാക്കാന്നാ ഞാൻ കരുതിയത്. ഹാ, എന്തായാലും നന്നായി. പക്ഷേ ചെയ്തത് താൽക്കാലികമായിട്ടുള്ളൊരു ഏർപ്പാടായിരിക്കാം. ഇനിയും അവര് കാണാനും കൂടാനും ഒക്കെയുള്ള ചാൻസ് കിടപ്പുണ്ട്. എനിക്കത് അറിഞ്ഞൂടെ? ആ ചാൻസ് എന്നേക്കുമായിട്ട് അടയ്ക്കണം. മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടാകുന്നതിന് മുമ്പ് അവനെ പൂട്ടണം. എന്നുവെച്ചാ മീരയുമായിട്ടുള്ള അവന്റെ കല്യാണം ഉടനെ നടത്തണമെന്ന്. അതിന് ബലരാമന്റെയും ചന്ദ്രമതിയുടെ ഒക്കെ സമയവും സൗകര്യവും ഒക്കെ നോക്കണ്ടേ? വേണം. ഉടനെ തന്നെ അവരെ വിവരങ്ങൾ അറിയിച്ച് വിളിച്ചു വരുത്തണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഓട്ടത്തിലല്ലേ അയാള്? ബലരാമന് പിടിപ്പത് പണിയുള്ള സമയമായിരിക്കും. അവർക്ക് വരാൻ സൗകര്യപ്പെടുന്നില്ലെങ്കിൽ ഡൽഹിയിൽ കൊണ്ടുവച്ച് കല്യാണം നടത്തും. അപ്പൊ ഇവിടെയുള്ള പരിവാരങ്ങളെയും കൊണ്ട് ഡൽഹിക്ക് പോണോ? താലികെട്ട് അവിടെ, റിസപ്ഷൻ ഇവിടെയും പോരെ? ആ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. എന്നാ പിന്നെ കാര്യങ്ങൾ വലിച്ചു നീട്ടണ്ട. സംഗതി നടപ്പിലാക്കാനുള്ള പണി തുടങ്ങിക്കോ. എന്റെ അവസ്ഥ ജാനകിക്ക് അറിയാലോ. സിദ്ധുവിനെ ഒന്നിനും പ്രതീക്ഷിക്കണ്ട. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഒരാളേ ഉള്ളൂ. ജാനകി വേണം എല്ലാത്തിനും എന്റെ ഒപ്പം നിൽക്കാൻ. അത് നീ പറഞ്ഞിട്ട് വേണോ? എനിക്കറിഞ്ഞൂടെ? ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നീ ഒരു ലിസ്റ്റ് ഇട്ടിങ്ങി തന്നാ മതി, ഞാൻ ഏറ്റു. അപ്പൊ ശരി, ഇനി നാളെ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം. ശരി, ബൈ. ഗൗരിച്ചോട് വഴക്കിട്ടോ? ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെന്തിനാ ചായ എന്റെ കൈ തന്നിട്ട് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞത്? ഗൗരിച്ചി പിണങ്ങിയിരിക്കുന്ന എന്തിനാ? അവള് നന്ദനെ ന്യായീകരിച്ച് സംസാരിച്ചപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനിപ്പോ എന്താ? അത് ശരി, അമ്മ ഈ കാര്യം അറിഞ്ഞാലുണ്ടല്ലോ. പോയി സോറി പറ. ഗർഭിണിയായിരിക്കുന്ന ഭാര്യയോട് വഴക്കിടാൻ പാടില്ല. പോ, ചെല്ല് ചെല്ല്. ഞാൻ നിന്നോട് വഴക്കൊന്നും ഇട്ടില്ലല്ലോ. എനിക്ക് നന്ദനുമായിട്ട് ഇനി ഉടക്കേണ്ടി വരുമെന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. അങ്ങനെയൊന്നും സംസാരിക്കരുതെന്നല്ലേ ഞാനും പറഞ്ഞുള്ളൂ. ശരിക്കും എന്താ നിങ്ങളുടെ പ്രശ്നം? ദേവികയെ നന്ദൻ ഇപ്പൊ അവളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. കാര്യം എന്താ?
പ്രഭയാന്റിയെ പേടിച്ചിട്ട്. അവന് നട്ടലില്ലെങ്കിൽ ഇതിനൊന്നും പോരുതായിരുന്നു, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. മുരളേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. ഒരു കാര്യം നേരാ, ഈ അവസ്ഥയില് നന്ദൻ ദേവികയെ വീട്ടിലേക്ക് അയക്കാൻ പാടില്ലായിരുന്നു. ആണോ? അപ്പൊ നീയും സമ്മതിച്ചേ? ദേ, വലിയ വാചകം അടിച്ചാലും ആന്റിയുടെ മുമ്പിൽ അവന് മുട്ടുപറിക്കും. അവൻ ജാനകി ആന്റിയുടെ വീട്ടിൽ ചെന്ന് പ്രഭ ആന്റിയോട് സമസ്താപരാധം പറഞ്ഞു കാണും. അമ്മ തിരിച്ചു വരണം, അമ്മ പറയും പോലെയൊക്കെ അനുസരിച്ചോളാന്ന്. അങ്ങനെയായിരിക്കും ആന്റി ആശുപത്രിയിലൊക്കെ വരാന്ന് സമ്മതിച്ചത്. അമ്മയ്ക്ക് സന്തോഷമാവാൻ വേണ്ടി അവൻ ആ പാവം പെണ്ണിനെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കി. ആന്റിയെ അത്രയ്ക്ക് പേടിയുള്ളവൻ പെണ്ണ് കെട്ടാനൊന്നും പോരുതായിരുന്നു. അനുസരണയുള്ള ഇള്ള കുട്ടിയായിട്ട് അമ്മയുടെ കൂടെ വീട്ടിൽ തന്നെ ഇരിക്കണമായിരുന്നു, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി നമ്മളറിയാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? നമ്മളറിയാത്ത എന്ത് കാര്യം അവിടെ ഉള്ളത്? അവൻ 2 വെള്ളത്തിൽ കാല് ചവിട്ടാൻ നോക്കി. അമ്മയും വേണം, ഭാര്യയും വേണം. അവസാനം ഏതെങ്കിലും ഒന്നേ പറ്റുമെന്നായപ്പോ അമ്മ മതി അങ്ങ് തീരുമാനിച്ചു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ദേവിയെ ചെന്നൊന്ന് കാണാം. കാര്യം എന്താണെന്നറിയാലോ. എല്ലാത്തിനും കൂട്ടായിട്ടും സാക്ഷിയായിട്ടും ഞാനും ഉണ്ടായിരുന്നല്ലേ. നീ പോയി റെഡിയാവും, നമുക്ക് ദേവികയുടെ വീട് വരെ പോവാം. വേണ്ട വേണ്ട, ഗൗരിച്ചിക്ക് ഇപ്പൊ യാത്ര ചെയ്യാൻ പറ്റില്ല, അമ്മ വഴക്ക് പറയും. മുരളേട്ടൻ നന്ദനെ ഒന്ന് വിളിക്കേ. അവനെ ഞാൻ വിളിക്കില്ല. ദേവികയെ വീട്ടിൽ കൊണ്ടാക്കിയതും ആന്റി ആശുപത്രിയിൽ വന്നൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. എനിക്ക് അവനെ വിളിക്കാൻ സൗകര്യമില്ല. ഞാൻ ദേ നന്ദനെ വിളിക്കാൻ പോവാ. മുരളേട്ട് സംസാരിക്കണം. എടി, ദേ, റിങ്ങുണ്ട്, സംസാരിക്കേ. എനിക്ക് പറ്റില്ല. സംസാരിക്കട്ടെ അങ്ങോട്ട്. മുരളി, നീ എവിടെ? അച്ഛനെ ഡിസ്ചാർജ് ചെയ്യല്ലേ, ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നീ ആശുപത്രിയിൽ ഇല്ലേ? ഇല്ലടാ, ഞാൻ ഡ്രൈവ് ചെയ്യാ. നീ എവിടെ പോയതാ? എടാ, ഞാൻ ആശുപത്രിയിൽ എത്താറായി. ഇന്ന് ഡിസ്ചാർജ് അല്ലേ, ഞാൻ നിന്നെ സാവകാശം വിളിക്കാം. ഓക്കെ? വേണമെന്നില്ല, നിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പക്ഷെ ഒന്ന് നീ മറന്നു പോകരുത്, നിന്നെ വിശ്വസിച്ച് കൂടെ വന്ന പെണ്ണിനെ. മുരളി, ഞാൻ വിളിക്കാം. ഓക്കെ, നമുക്ക് സംസാരിക്കാം. ശരി. കേട്ടല്ലോ എന്തായി? അവനിപ്പ ഭാര്യയും വേണ്ട, കൂട്ടുകാരനെയും വേണ്ട. ഇനി ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും അവനെ വിളിക്കില്ല. തീർന്നു. ഓക്കെ? എന്തിനാ ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുന്ന? എന്താ മനുഷ്യന് ദേഷ്യം വന്നൂടെ? ദേഷ്യമൊക്കെ വരാം, പക്ഷെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോ ഇത്രയും ദേഷ്യമൊന്നും എടുക്കണ്ട. വയറ്റി കിടക്കുന്ന കുഞ്ഞിനാ അതിന്റെ ദോഷം, മനസ്സിലായോ? അമ്മ ഇന്ന് രാവിലെ കൂടി പറഞ്ഞിട്ട് പോയതാ മരുമകളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളണമെന്ന്. അമ്മ രാവിലെ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുള്ളതാ. ഇന്ന് കുറച്ചധികം ജോലിയുണ്ട്, രാത്രി വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാ പോയത്, അതായിരിക്കും. അല്ല, നന്ദൻ എന്താ പറഞ്ഞേ? കുന്തം മുരളേട്ടാ. പിന്നല്ല, അവൻ ആശുപത്രിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, പിന്നെ വിളിക്കാന്ന്. ആന്റിയുടെ പ്ലാൻ അനുസരിച്ച് അവന് മാറിയിട്ടുണ്ട്, അത്ര തന്നെ. ഇവനിത് എവിടെ പോയി കിടക്കുക?
ഹലോ. ആ, ഞാനെത്തി. ഇപ്പൊ എത്തിയുള്ളൂ. ആ ഞാൻ വിളിക്കാം. ശരി. നീ എവിടെയായിരുന്നു? എത്ര നേരമായിട്ട് നിന്നെ കാത്തു നിൽക്കുന്നു? ഹെവി ട്രാഫിക് ജാം ആയിരുന്നു. ഡോക്ടർ ഡിസ്ചാർജ് പേപ്പർ എഴുതിയോ? നിന്റെ മുഖം എന്താ വലിഞ്ഞു മുറിയിരിക്കുന്നേ? ഒരു ടെൻഷൻ. എന്ത് ടെൻഷൻ? നീ എന്റെ മുഖത്തേക്ക് നോക്ക്. ഒരു ടെൻഷനും ഇല്ല? ഇല്ല. അമ്മയ്ക്ക് ഓരോന്ന് തോന്നുന്നതാ. ഇതെവിടുന്നാ? ഏത്? ഈ കുറി. നീ സാധാരണ കുറിയിടുന്ന പതിവില്ലല്ലോ. അച്ഛനുവേണ്ടി ഒരു പൂജ ചെയ്യാൻ വേണ്ടി അമ്പലത്തിൽ പോയതാ. ഏതമ്പലത്തിൽ? പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തില്. രാവിലെ തന്നെ പോയി. അത് ശരി. എന്നാ ഒന്ന് പറഞ്ഞിട്ട് പോണ്ടേ? രാവിലെ മുതൽ നിന്നെ അന്വേഷിക്കുക. വിളിച്ചിട്ട് നിന്റെ ഫോണാണെങ്കിൽ റിങ് ചെയ്യുന്നു, നീ എടുത്തുമില്ല. പ്രധാന ചടങ്ങ് നടക്കായിരുന്നു അമ്പലത്തില്, അതിന്റെ തിരക്കായിരുന്നു. അമ്മ വന്നേ, റൂമിലേക്കോ? വാ. ബില്ലൊക്കെ ഫൈനൽ ചെയ്ത് വരാൻ ഉച്ച കഴിയും. നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങാം. രാഹുലത്തിന് മുമ്പ് അവിടെ ചെന്ന് കയറണം. എന്താമേ? കൈതാ. താങ്ക് യു മോനെ. എനിക്ക് തന്ന വാക്ക് നീ പാലിച്ചു. ദേവികയെ പറഞ്ഞയച്ചല്ലോ. ഞാനിവിടെ വന്ന് അവളിവിടെ ഇല്ലാന്ന് അറിഞ്ഞപ്പോ തന്നെ മനസ്സ് നിറഞ്ഞു. ജീവിതത്തിലെ വലിയ സന്തോഷമുള്ള ദിവസമായിട്ട് തോന്നുക ഈ ദിവസം. അച്ഛൻ ഡിസ്ചാർജ് ആവുന്നു. എന്റെ ആഗ്രഹം നീ സാധിച്ചു തന്നു. താങ്ക് യു നന്ദ. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനുള്ളതാ. നീ വാ. ഓ, എന്തൊരു ചൂടാ. മുരളി, മുരളി, അവിടെ നിന്നേ. നമസ്കാരം കുറുപ്പേട്ട. നമസ്കാരം. അതെ, ഞാൻ നിങ്ങൾക്ക് ചെയ്തെന്ന ഉപകാരത്തിന് എനിക്കൊരു ഗുണവും ഉണ്ടായില്ല. അല്ല, എന്ത് ഉപകാരം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്? ക്ഷേത്രത്തിന്റെ രജിസ്റ്ററിൽ നിന്നും മുരളിയുടെ പേര് മാറ്റി നന്ദന്റെ പേര് ചേർത്തല്ലോ. അത് ആരാ ആദ്യം തെറ്റായി ചേർത്തത്? അത് പിന്നെ നിങ്ങൾ ആദ്യം ചെയ്ത ഉപകാരത്തിന്റെ തുടർച്ചയായിട്ടല്ലേ എല്ലാം അരങ്ങേറിയത്. അന്ന് ക്ഷേത്രത്തിൽ വന്നപ്പോ നന്ദന്റെയും ദേവികയുടെയും പേര് രജിസ്റ്ററിൽ ചേർത്തിരുന്നെങ്കിൽ പിന്നീടുണ്ടായ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. അത് അന്നത്തെ സാഹചര്യത്തിൽ സംഭവിച്ച കാര്യമല്ലേ. അത് ചന്ദ്രോത്ത് ഒരു പ്രശ്നവും വരില്ലേ എന്ന് പറഞ്ഞ് ചെയ്തതല്ലേ. ഇനിയിപ്പോ പഴങ്കഥ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നന്ദനും ദേവികയും തമ്മിൽ വിവാഹം കഴിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് നന്ദന്റെ കയ്യിലുണ്ട്. എല്ലാം ചെയ്തു തന്നത് സിദ്ധാർത്ഥൻ സാറിന് വിചാരിച്ച. ഞാൻ കാരണം പിള്ളേരുടെ ജീവിതം വഴിമുട്ടരുന്ന് കരുതി വലിയ റിസ്ക് എടുത്ത ആ രജിസ്റ്ററിൽ വെട്ടിത്തിരുത്തൽ ഉണ്ടാക്കി നന്ദനും ദേവികയും കല്യാണം കഴിച്ചെന്ന് എഴുതി പിടിപ്പിച്ചത്. അതെന്തായാലും നല്ല കാര്യം. ഇപ്പൊ എന്റെ കാര്യം വലിയ കഷ്ടത്തിലാ മുരളി. അന്ന് സാറ് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഭാര്യയുടെ ഹാർട്ട് സർജറി നടത്താൻ പറ്റും. സിദ്ധാർത്ഥനെങ്കിൽ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായിച്ചിരിക്കും. സാറ് ആയുർവേദ ട്രീറ്റ്മെന്റിലല്ലേ. ആ നന്ദമ്മോനെ കണ്ടാലും മതിയായിരുന്നു. അങ്കിൾ ഇന്ന് തിരിച്ചു വരും. ഞാൻ എന്തായാലും കുറുപ്പേട്ടനെ നാളെ വിളിക്കാം. ഞാനൊന്ന് സംസാരിക്കട്ടെ. മതി. അടുത്ത ആഴ്ച ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക. എല്ലാം ശരിയാവും. ഇന്നിപ്പോ അങ്കിളിനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരികയുള്ളൂ. ഓ, അപ്പൊ ശരിയെന്നാ. ഓ, ശരി. കേട്ടോ സിദ്ധു, നമ്മുടെ നന്ദൻ നേർവഴിക്ക് ചിന്തിച്ചു തുടങ്ങി. എന്താമേ, ഞാൻ വഴിവിട്ട് സഞ്ചരിക്കുന്നവനായിരുന്നു. അങ്ങനല്ല, പക്ഷെ ചിലയിടങ്ങളിലൊക്കെ നിന്റെ വഴി തെറ്റിയിട്ടുണ്ട്. സാരമില്ല. ഇനി മുതൽ അച്ഛനമ്മമാരെ അനുസരിക്കുന്ന നല്ല കുട്ടിയായിട്ട് എന്റെ നന്ദുമോൻ കൂടെ ഉണ്ടായാ മതി.
സിദ്ധു അറിഞ്ഞോ? രാവിലെ ഇവൻ അച്ഛന്റെ നന്മയ്ക്ക് വേണ്ടി ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി ഗണപതി ക്ഷേത്രത്തിലെ പൂജയും വഴിപാടും ഒക്കെ ചെയ്യാൻ പോയിരിക്കായിരുന്നു. ഞാൻ അച്ഛനോട് മുമ്പേ പറഞ്ഞിരുന്നു അമ്മേ. ഓ, അപ്പൊ വൈകി അറിഞ്ഞത് ഞാൻ മാത്രോ? സസ്പെൻസ് ആയിരുന്നല്ലേ? എടാ, നിനക്ക് വഴി തെറ്റിയല്ലോ. നമ്മൾ റൈറ്റ് അല്ലേ തിരിയേണ്ടിയിരുന്നേ? മറന്നുപോയല്ലേ? എന്താ നിർത്തിയത്? അടുത്ത റൈറ്റ് കട്ട് ചെയ്താൽ മതിയല്ലോ. ആ അമ്മേ, അമ്മയുടെ അഭിപ്രായം അറിഞ്ഞിട്ട് റൈറ്റ് വേണോ ലെഫ്റ്റ് വേണോ എന്ന് തീരുമാനിക്കാം. മനസ്സിലായില്ല, എന്താടാ? ആ അതെ, ക്ഷേത്രത്തിലെ വഴിപാടുകൾ പോലെ മറ്റൊരു സർപ്രൈസ് അമ്മയ്ക്കുണ്ട്. എന്താ അത്? ഞാൻ നമ്മുടെ കാര്യങ്ങള് കൃഷ്ണൻ ജോത്സരെ അറിയിച്ചു. ആ, ചന്ദ്രോത്ത് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നും അച്ഛനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് മുമ്പ് കുറച്ച് പരിഹാര ക്രിയകൾ ചെയ്യണമെന്നും പറഞ്ഞു. ഈശ്വരാ, എന്നിട്ട് നീ എന്താ ഇത് മുൻപ് പറയാതിരുന്നത്? നമുക്ക് റെസ്റ്റ് ഹൗസിലോ ഹോട്ടലിലോ തങ്ങിയിട്ട് എല്ലാ ചടങ്ങും കഴിഞ്ഞിട്ട് ചന്ദ്രോത്തേക്ക് പോകാമായിരുന്നല്ലോ. മതിയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയൊരു ഐഡിയ വെച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താടാ പറ? എന്റെ പേരിൽ അച്ഛനും അമ്മയും പണിയെടുപ്പിച്ചിരിക്കുന്ന വീടില്ലേ? ആ, പാലുകാച്ച് മാത്രം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഉം. നീയും മീരയും വിവാഹശേഷം അവിടെ കഴിയണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. Go,